നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായ് ഷാർജ ഗതാഗതക്കുരുക്കിന് അറുതി വരുത്തി ഇത്തിഹാദ് റെയിലിൻ്റെ ആദ്യ പാസഞ്ചർ സ്റ്റേഷൻ ഷാർജയിൽ വരുന്നു. 2026 പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിക്ക് സമീപമാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിൽ 400 പേർക്ക് വരെ യാത്ര ചെയ്യാം. UAEയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സിനിമകൾക്ക് $10 ലക്ഷം പുരസ്കാരം പ്രഖ്യാപിച്ചു. ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെയും ഏറ്റവും വലുതുമായ അവാർഡാണിത്. UAE ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ ഗർഗാവിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ പുരസ്കാരം 2026 ജനുവരിയിൽ നടക്കുന്ന 1 ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് എന്ന പരിപാടിയിൽ നൽകും. സർഗാത്മകത, യാഥാർത്ഥ്യം, മാനുഷിക സന്ദേശങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവ പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. മസ്കറ്റ് ഗവർണറേറ്റ് പാർക്കിംഗ് പെർമിറ്റുകൾക്കായുള്ള ബലദിയത്തി എന്ന ആപ്പ് പുറത്തിറക്കി. ഈ ആപ്പ് ഉപയോഗിച്ച് പാർക്കിംഗ് പെർമിറ്റുകൾ എടുക്കാനും പുതുക്കാനും സാധിക്കും. ഒരു മാസം ഒരു ഫീ സോണിന് 15 റിയാലും എല്ലാ ഫീ സോണുകൾക്കും 20 റിയാലുമായിരിക്കും നിരക്ക്. നിലവിലുള്ള പെർമിറ്റുകൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നതിനും വിവരങ്ങൾ തിരുത്തുന്നതിനും ഈ ആപ്പ് ഉപയോഗപ്പെടുത്താം. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനുള്ള ശിക്ഷ കടുപ്പിച്ച് കുവൈറ്റ്. കുറ്റവാളികൾക്ക് 6 മാസം വരെ തടവും 2 ലക്ഷം കുവൈത്തി ദിനാർ ഏകദേശം 5.7 കോടി രൂപ വരെയും പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട്. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ആർട്ടിക്കിൾ 68 അനുസരിച്ചാണ് ഈ നടപടി. എണ്ണയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും, വിഷദ്രാവകങ്ങൾ, ശുദ്ധീകരിക്കാത്ത മലിനജലം, രാസവസ്തുക്കൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ദോഷകരമായ ഊർജ്ജരൂപങ്ങൾ എന്നിവ ഉപയോഗിച്ച് മനഃപൂർവ്വം കടൽ മലിനമാക്കുന്നവർക്കാണ് ഈ ശിക്ഷ ലഭിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.